ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗയാണെങ്കിൽ വീട്ടുജോലിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മഹാലക്ഷ്മിനെ പ്രാഗിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഉണ്ണി എങ്ങാനും വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇല്ല ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, പേരക്കുട്ടിനെ ലാളിച്ചിരിക്കാനുള്ള അമ്മയുടെ ആഗ്രഹം തൽക്കാലത്തേക്ക് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ദുർഗ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോക്ക് സുഖയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, കുട്ടി എന്തായാലും പോയിട്ടുണ്ട്, അബോട്ടായി പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണ് എല്ലാ കുറ്റവും കൂടി മഹാലക്ഷ്മിയുടെ മേത്തേക്കാണ് ദുർഗ ഇടുന്നത്. എല്ലാത്തിനും മഹാലക്ഷ്മിനെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്ത് കേട്ടുകഴിഞ്ഞാലും മഹാലക്ഷ്മിനെ കുറ്റം പറയുന്നില്ല, ഈ ഒരു സ്വഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വരുന്നത്, നിങ്ങളൊക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കരുണയുടെ കുഞ്ഞിന് എന്തെങ്കിലും വരണമെന്നൊന്നും ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല, അവൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ കിട്ടട്ടെ എന്ന് തന്നെയാണ് എന്റെയും പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അവിടെ പോയപ്പോൾ അവൾക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ട്, നിന്റെ ഉള്ളിൽ ഇപ്പൊ ചിരിക്കുകയും നീ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ ഈ ഒരു വാർത്ത കേട്ടെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിനെ കൂടുതലായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും കണ്ണനാണെങ്കിൽ തീരെ സഹിക്കുന്നില്ല. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ച് മഹാലക്ഷ്മിനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മഹാലക്ഷ്മിനോട് പറയുന്നുണ്ട്, നീ കണ്ടില്ലേ, ഈ ഒരു വാർത്ത കേട്ടിട്ടും അവർക്കെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിയാൽ മാത്രം മതി, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് അവളെ ആശ്വസിപ്പിക്കാനോ അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നമ്മളെവിടെയും പോവണ്ട എന്ന്. ഡോക്ടേഴ്സ് എല്ലാവരും കരുണയുടെ കാര്യത്തിൽ കൈയൊഴിഞ്ഞതുപോലെയാണ്. എല്ലാവർക്കും അവളെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയങ്കര സംശയമാണ്. ഡോക്ടർ പറയുന്നുണ്ട്, അവളുടെ എല്ലാ ഞരമ്പുകളും എല്ലാ നാഡികളും ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസത്തിന്റെ അളവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഒരു മറുമരുന്ന് വാങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നത്, അയാളുടെ അടുത്ത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മറുമരുന്ന് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും കിട്ടും, അയാൾ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാരണവശാൽ രക്ഷിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ വന്നിട്ട് മറുമരുന്ന് വാങ്ങണം, എൻ്റെ മറുമരുന്ന് കഴിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടോളം നേരായി വൈദ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു മറുമരുന്ന് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയും, എൻ്റെ മോളാണിത് കഴിച്ചത്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അയ്യോ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് മരിച്ചുപോയി, അത് പോയി, ഇനി എൻ്റെ മോളെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷിക്കണം, ഞങ്ങൾക്ക് അത് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് തന്നിക്കും, ഞങ്ങൾ അത് കഴിച്ച് മരിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അയാൾ തന്നെ വേഗം തന്നെ പോയിട്ട് ആ മറുമരുന്ന് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതുമായിട്ട് ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, അവൾ ഒരു പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ള മറുമരുന്നാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്തായാലും രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് മുഴുവനായിട്ടുള്ള കഥയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഇതൊന്നും എന്തായാലും ഇവിടെ നടക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോയേ മതിയാവും, ഇതെനിക്ക് എന്തായാലും പോലീസിനോട് പറഞ്ഞേ മതിയാവും, അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രതാപൻ വല്ലാണ്ട് യാചിക്കുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ എൻ്റെ കൊച്ചുമോളെ നഷ്ടപ്പെട്ടു, ഇനി എൻ്റെ മോളെയും കൊണ്ട് നഷ്ടപ്പെടാൻ എനിക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ടല്ല, പക്ഷേ ഒരാളുടെ ജീവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മരുന്നും കൊണ്ട് തന്നെ കരുണക്ക് കൊടുക്കാനായിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശീനോട് പറയുന്നുണ്ട്, നിങ്ങളാണ് കരുണയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുക, കരുണയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണ്, നിങ്ങളൊരു കുഞ്ഞിനെയല്ലേ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുന്നുണ്ട്. ആ കുറ്റവാക്കുകളൊക്കെ ഏറ്റു വാങ്ങിയിട്ടാണ് പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും ഒക്കെ ഉള്ളത്. ഇവർക്കൊക്കെ തിരിച്ചൊന്നും പറയാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.